എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കാറ്ററിംഗ് സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ആണ്. ഇതുപോലൊരു കിടുക്കാച്ചി ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്കൊരു മാക്സിമം 20 മിനിറ്റ് മാത്രം മതിയാകും. ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ നിങ്ങൾ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കൂ. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. ഇനിയിപ്പോൾ ഇതുപോലൊരു ചിക്കൻ റോസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഏതൊരു ഡിഷിന്റെ ഒപ്പം വിളമ്പാനും സൂപ്പറാണ്. ഇനിയിപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലൊരു മസാല ഉണ്ടാക്കിയാൽ ബിരിയാണിയും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. വീഡിയോ കണ്ട് എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടി എന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 2 കിലോ അളവിലുള്ള ചിക്കനാണ് കഴുകി വൃത്തിയാക്കി ഇതിന്റെ വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ഒരു മാരിനേഷൻ ഉണ്ട്. മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് ചിക്കൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടെ ചേർക്കണം. ആദ്യമേ നമുക്കിതിലേക്ക് വേണ്ടത് 2 ബോൾ വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5 പച്ചമുളകാണ്. ഇതൊന്ന് കല്ലിൽ വെച്ച് ചതച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 4 ഫ്രൈ ചെയ്ത സവാളയാണ്. ഇത് 4 വലിയ സവാളയാണ്. നിങ്ങൾ എടുക്കുന്ന സവാള ചെറുതാണെങ്കിൽ 6 എണ്ണം എടുക്കേണ്ടതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ സവാള ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ സവാളയും ചിക്കനിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് 1 സ്പൂൺ അളവില് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചിക്കന് ആവശ്യമായ ഉപ്പ്, 1/2 സ്പൂൺ അളവില് ഗരം മസാലപ്പൊടി, 1 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ അളവില് മല്ലിപ്പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ അളവില് ചതച്ച കുരുമുളക്, 1/4 ടീസ്പൂൺ അളവിൽ തന്നെ പെരിഞ്ജീരകപ്പൊടി, 1 പിടി കറിവേപ്പില, 2 തക്കാളി കട്ട് ചെയ്തത് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് ചിക്കനും മസാലകളും കൂടെ കൂട്ടിച്ചേർത്ത് നല്ലോണം ഒന്ന് തിരുമിയെടുക്കാം. മസാലകളെല്ലാം തന്നെയും ചിക്കനിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടണം. അതുവരെയാണ് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് അനക്കാതെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ചിക്കൻ ഒന്ന് മയത്തിലൊന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് നമ്മുടെ കയ്യിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ചിക്കൻ ഒന്ന് മൂടി വെച്ച് കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു ഉരുളി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഉരുളി ഇനി ചൂടായി വരട്ടെ. ഇനി നമുക്ക് ഈ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ സവാള ഫ്രൈ ചെയ്ത അതേ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി നമുക്ക് ഈ വേപ്പില ഒന്ന് ഇതുപോലെ ഇളക്കി ഒന്ന് ഇതിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വേപ്പില നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലേക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിക്കൻ ഈ ഒരു എണ്ണയിൽ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാല എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ് കിട്ടണം. അതുവരെയും നമുക്ക് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിക്കൻ പീസുകൾ ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ചിക്കൻ പീസുകൾ നിരത്തി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ലതുപോലെ അടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കിയപ്പോൾ ചിക്കനിൽ അത്യാവശ്യം വെള്ളമെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലൊരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയാൽ ചോറിനും ബിരിയാണിയുടെ മസാലയായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എന്തിന്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പ്രിപ്പറേഷൻ. വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ചിക്കൻ പീസുകളൊന്ന് വെന്ത് കിട്ടാനായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മൂടി വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ ധാരാളം തന്നെ വെള്ളം വന്നിട്ടുണ്ട്. ഇനി ചെറിയ തീയിലിട്ട് കൊടുത്താണ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് മൊരിയിച്ചെടുക്കേണ്ടത്. ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയും കിട്ടും, അതുപോലെ നല്ല കൊഴുത്ത ഗ്രേവി ആയിട്ട് മാറിയും കിട്ടും. ഇപ്പോൾ ഒന്നുകൂടെ നമുക്ക് നല്ല പോലെ ചിക്കൻ വെന്തും കിട്ടണം. അതുപോലെ ഈ ഒരു മസാല എല്ലാം തന്നെ ചിക്കനിലേക്ക് ഒന്ന് പിടിച്ചും കിട്ടണം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പാചക രീതിയാണ്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ.
ഇതുവരെയും ഇതുപോലൊരു ചിക്കൻ റോസ്റ്റ് നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കണേ. ആകെയുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഈ സവാള ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. 2 കിലോ ചിക്കന് 4 സവാളയാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു പാകം. ചെറിയ സവാളയാണെങ്കിൽ 6 എണ്ണം എടുക്കാവുന്നതാണ്. വലിയ സവാളയാണെങ്കിൽ 4 എണ്ണം തന്നെ മതിയാകും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ പീസുകളൊക്കെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ഈ ഓട്ടുരുളി ആയതുകൊണ്ട് പെട്ടെന്നൊക്കെ അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് വേണം കേട്ടോ നമുക്ക് ഈ റോസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ടും. വീണ്ടും മൂടി വെച്ച് കൊടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ കേട്ടോ. കരിഞ്ഞു പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത്. നിങ്ങളെടുക്കുന്ന പാൻ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഇങ്ങനെ എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഈ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു 20 മിനിറ്റ് സമയം ആവശ്യമുണ്ട്. കാരണം മസാല എല്ലാം ചിക്കനിലേക്ക് പിടിച്ച് ചിക്കൻ ഒന്ന് ഡ്രൈ ആയി വരണം. ഇപ്പോഴും ചിക്കനിൽ ധാരാളം വെള്ളമെല്ലാം ഉണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. 15 മിനിറ്റ് കൊണ്ട് ചിക്കൻ റോസ്റ്റ് ഇതുപോലെ ഒരു പരുവത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് നല്ലോണം തന്നെ മൊരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തുറന്ന് വെച്ച് കൊടുത്ത് ഈ ഒരു മസാലകളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത്ര നേരം ഞാൻ ചെറിയ തീയിൽ വെച്ച് തന്നെയാണ് റോസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. ഒന്നുകൂടെ മസാലകൾ മുരിയിച്ചു കൊടുത്താൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. 5 മിനിറ്റ് നേരവും കൂടെ ഇതുപോലെ തന്നെ തുറന്ന് വെച്ചൊന്ന് മുരിയിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ 20 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ഒപ്പമായാൽ പോലും നെയ്ച്ചോറ്, പത്തിരി, പുട്ട്, ചപ്പാത്തി, ഇനിയിപ്പോൾ നല്ല ചൂട് ചോറിനൊപ്പം സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല കിടുക്കാച്ചി ഐറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.